नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 69. ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 676. കൃഷ്ണന്റെ അസ്തിത്വം ആപേക്ഷികമല്ല. കൃഷ്ണനൊഴികെയുള്ള സർവവും ആപേക്ഷിക സത്യമാണ്. എന്നാൽ കൃഷ്ണൻ പരമമായ നിരപേക്ഷ സത്യമാണ്. തൻ്റെ അസ്തിത്വത്തിന് താനൊഴികെ മറ്റൊന്നിനെയും കൃഷ്ണൻ ആശ്രയിക്കുന്നില്ല. എന്നാൽ നമ്മുടെ അസ്തിത്വം ആപേക്ഷികമാണ്. ഉദാഹരണത്തിന്, സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമേ നമുക്ക് ചന്ദ്രനെയോ വൈദ്യുതിയെയോ കാണാൻ സാധിക്കൂ. അതിനാൽ നമ്മുടെ കാഴ്ച ആപേക്ഷികമാണ്. അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, വൈദ്യുതി എന്നിവയുടെ പ്രകാശവും ആപേക്ഷികവുമാകുന്നു. അവ പ്രകാശിപ്പിക്കുന്നു എന്നു പറയുന്നത് നമുക്കവയെ അതേപടി കാണാൻ കഴിയുന്നതുകൊണ്ടാണ്. ആശ്രയഭയവും ആപേക്ഷികതയും കൃഷ്ണന്റെ അസ്തിത്വത്തിലില്ല. മറ്റ് ആരുടെയെങ്കിലും മതിപ്പിനെ ആശ്രയിച്ചല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന് ആരുടെയെങ്കിലും സഹായത്തെ ആശ്രയിക്കേണ്ടതുമില്ല. കാലദേശങ്ങൾക്കതീതനാണ് അദ്ദേഹം. കാലദേശങ്ങൾക്കതീതനാകയാൽ അദ്ദേഹം പരിമിതമായ പ്രവർത്തനശക്തി മാത്രമുള്ള മായ കൊണ്ടു മൂടപ്പെടുന്നില്ല. പരമപുരുഷനെ അനന്ത സത്വനായിട്ടാണ് വേദഗ്രന്ഥങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. ഈ സത്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിൽ നിന്നുള്ള പ്രസരണങ്ങളാകയാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സത്വങ്ങളും തമ്മിൽ ഒരു ഭേദവുമില്ല. പക്ഷേ കൃഷ്ണൻ ആവിർഭവിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു ഭൗതിക ശരീരം കൈക്കൊള്ളുന്നുവെന്നു ചില ദാർശനികർ പറയുന്നു. എന്നാൽ ഭൗതിക ലോകത്തു വരുമ്പോൾ അദ്ദേഹം ഒരു ഭൗതിക ശരീരം കൈക്കൊള്ളുന്നു എന്നതംഗീകരിച്ചാൽ തന്നെ ഭൗതിക ശക്തി അദ്ദേഹത്തിൽ നിന്നു ഭിന്നമല്ലാത്തതിനാൽ ഈ ശരീരം ഭൗതികമായി പ്രവർത്തിക്കുന്നില്ലെന്നും മനസ്സിലാക്കണം. സ്വന്തം അന്തരംഗശക്തി കൊണ്ടാണ്, അഥവാ ആത്മമായ കൊണ്ടാണു അദ്ദേഹം അവതരിക്കുന്നതു എന്നു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു കാരണനായതുകൊണ്ടാണു കൃഷ്ണനെ പരബ്രഹ്മം എന്നു വിളിക്കുന്നത്. ഈ ഭൗതിക ഗുണങ്ങളുടെ വിഭിന്ന വികാസങ്ങളാണു ബ്രഹ്മാവും ഭഗവാൻ വിഷ്ണുവും ശിവനുമെല്ലാം. ഈ ഭൗതിക ഗുണങ്ങൾക്കൊക്കെ ബദ്ധാത്മാക്കളിൽ പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ അത്തരം പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും കൃഷ്ണനിൽ നടക്കുന്നില്ല. കാരണം
ഈ ഗുണങ്ങളെല്ലാം ഏകകാലത്തു തന്നെ അദ്ദേഹത്തിൽ നിന്നു വിഭിന്നവും അദ്ദേഹത്തോടു കൂടിച്ചേർന്നതുമാണ്. കൃഷ്ണൻ സ്വയം സച്ചിദാനന്ദ വിഗ്രഹനാണ്. അതായത് ജ്ഞാനത്തിൻ്റെയും പരമാനന്ദത്തിൻ്റെയും സനാതന രൂപം. അദ്ദേഹത്തിൻ്റെ ഭാവനാതീതമായ മഹത്വം മൂലമാണ് അദ്ദേഹത്തെ പരബ്രഹ്മമെന്നു വിളിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ ഭഗവാനെയോ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം അദ്ദേഹത്തിൽ തന്നെയാണ്. സാധാരണ ജീവാത്മാക്കൾക്കു ഈ ധ്യാനത്തെ അനുകരിക്കാൻ സാധ്യമല്ല. ധ്യാനത്തിനു ശേഷം അദ്ദേഹം നിത്യവും പ്രഭാതത്തിൽ നിർമ്മലവും പവിത്രവുമായ ജലത്തിൽ സ്നാനം ചെയ്യും. തുടർന്ന് പുതിയ വസ്ത്രം ധരിച്ച് അംഗവസ്ത്രം കൊണ്ടു പുതച്ച് പതിവുള്ള മതപരമായ കർമ്മങ്ങൾ ചെയ്യും. അവയിൽ ആദ്യത്തേതു ഹോമാഗ്നിയിൽ ഹവിസ് അർപ്പിക്കലും നിശബ്ദമായി ഗായത്രി മന്ത്രം ജപിക്കലും ആണ്. ഒരു മാതൃകാ ഗൃഹനാഥൻ എന്ന നിലയിൽ ഗൃഹസ്ഥൻ്റെ മതപരമായ കർമ്മങ്ങളിൽ നിന്നു തീരെ വ്യതിചലിക്കാതെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹം നിത്യവും അനുഷ്ഠിച്ചു പോന്നു. സൂര്യോദയം ദൃശ്യമാകുന്നതോടെ സൂര്യദേവനു പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തും. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൂര്യദേവനും മറ്റു ദേവന്മാരും ഭഗവാൻ കൃഷ്ണൻ്റെ വിവിധ ശരീരാവയവങ്ങളായിട്ടാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരെ ആദരിക്കുക എന്നത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. ഹരേ കൃഷ്ണ.